ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കോങ്ങാട് വന്നിരിക്കുകയാണ് കേട്ടോ. കോങ്ങാട് ഇന്ന് 4ാം ആറാട്ടാണ്. പൂരം തുടങ്ങിയിട്ട് 4ാമത്തെ ദിവസം ആറാട്ടാണ്. നാളെ ചെറിയാറാട്ടും മറ്റന്നാൾ വലിയാറാട്ട്. അപ്പോൾ എനിക്ക് ചെറിയാറാട്ടും വലിയാറാട്ടും വരാൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഒന്ന് തൊഴുതിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. തൊഴുത് മഞ്ഞപ്പൊടി ആറാട്ടൊക്കെ കഴിച്ചു. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള പ്രസക്ത ഭാഗങ്ങൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, ഇത് ആറാട്ട് കൊട്ടിക്കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പടികൾ കണ്ടില്ലേ, ഈ പടികളൊക്കെ നമുക്ക് അത്രയും കുഞ്ഞുനാളിലെ ഓർമ്മകൾ തരുന്ന പടികളാണ്. കാരണം മഴക്കാലം വന്നാൽ ഇങ്ങനെ വഴിക്ക് ഇതിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരും. ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഈ പടികളിൽ വെള്ളമൊക്കെ തട്ടി തെറിപ്പിച്ചിട്ടൊക്കെയാണ് വരിക. പണ്ടൊരു ഹവായി ചെരുപ്പും എന്താ പറയുക, ഒരു ബട്ടൺ പൊട്ടിയ ഷർട്ടും ഒക്കെ ഇട്ടിട്ട് ഒരു തോൾ സഞ്ചിയും തൂക്കി ഈ വഴിയിലൂടെ ഓടി നടന്നതൊക്കെ ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. ഇത് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ എഴുതിയിട്ടുണ്ട്. എങ്കിലും വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് പറയാമെന്ന് തോന്നി. ഇത് ഭഗവതി മഠം എന്ന് പറയും, അമ്പലത്തിൻ്റെ തന്നെ
ഉടമസ്ഥതയിലുള്ള മഠമാണ്. ഇവിടെയാണ് കുട്ടിശങ്കരനെയൊക്കെ കെട്ടി വെച്ചിരുന്നത്. കുട്ടിശങ്കരനൊക്കെ പോയിട്ട് 5 വർഷമായി. നമ്മുടെ ഓർമ്മകളെന്നും പൂരം, കുട്ടിശങ്കരൻ, ഈ പടികൾ, ആറാട്ടുകുളം, ഇതൊന്നും നമ്മൾ ഇവിടെ വന്നാൽ നമ്മൾ പഴയ കുട്ടിയായി മാറും. അതാണ് കോങ്ങാടിൻ്റെ ഒരു പ്രത്യേകത. അപ്പുറത്ത് പുത്തൻകുളമുണ്ട്, ഭഗവതി മഠത്തിൻ്റെ കുളമുണ്ട്. ഓക്കെ, അങ്ങനെ നല്ല നല്ല ഓർമ്മകളും നാട്ടിൻപുറത്തിൻ്റെ കാഴ്ചകളും ഒന്നും മനസ്സൊന്നും പോവില്ല. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ പൂരത്തിൻ്റെ എല്ലാം കഴിഞ്ഞു. ഇന്നത്തെ രാവിലത്തെ പൂരം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിപ്പോൾ തിരിച്ചു പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അവിടെ അപ്പുറത്ത് കുറച്ച് കടകളൊക്കെ വന്നിട്ടുണ്ട് തോന്നുന്നു. നോക്കട്ടെ, നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് കച്ചവടം നടത്തുന്ന, അവരൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. എന്തായാലും അപ്പോൾ അത്രയേ ഉള്ളൂ കോങ്ങാട് വിശേഷങ്ങൾ. കാരണം ഇനിയിപ്പോൾ വലിയാറാട്ടിനും ചെറിയാറാട്ടിനും വലിയാറാട്ടിനും വരാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും ഇത് വന്ന് കണ്ടതിൽ വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ താങ്ക് യു.